പാലക്കാട് എലപ്പുള്ളിയിലേക്കാണ്. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്നുറപ്പായതോടെ പ്രതിഷേധം ഘടിപ്പിക്കാൻ തുടങ്ങിയാണ് UDF-ഉം BJP-യും. പദ്ധതിയിലൂടെ CPIM നേതാക്കൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നാണ് BJP-യുടെ ആരോപണം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പദ്ധതിയുമായി മുന്നോട്ടെന്നുറപ്പിച്ചു പറഞ്ഞതിൽ ഘടകകക്ഷികൾക്കുൾപ്പെടെ അതൃപ്തിയുണ്ട്. ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല. CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബ്രൂവറി സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടി അംഗങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് അറിയിക്കുമ്പോഴും ജനങ്ങളുടെ ആവലാതി എങ്ങനെ തീർക്കുമെന്ന കാര്യത്തിൽ മറുപടിയില്ല. CPIക്കും മറ്റ് ഘടകകക്ഷികൾക്കും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കെ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉറപ്പെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വരും ദിവസങ്ങളിൽ ബ്രൂവറി വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് BJP തീരുമാനം. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തി സമരം നയിക്കുമെന്നാണ് ജില്ലാ ഘടകം നൽകുന്ന സൂചന. എക്സൈസ് മന്ത്രിയുടെ അടക്കം പങ്ക് ഉടൻ പുറത്തുവരുമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. 24 പാലക്കാട്. യെസ്, അപ്പോൾ അതാണ് പാലക്കാടിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിവാദം അതിങ്ങനെ കൊഴുക്കുന്നുണ്ട്. ചേച്ചി ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർക്കിനകത്ത് ഒരുപാട് ചിത്രങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മതിലൊക്കെ ഒരുപാട് ചിത്രപ്പണികളാണ്. ശരിക്കും ഈ ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ കഥ പറയുന്നുണ്ട്. എന്തായിരുന്നു 2020-21 കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് ചിത്രത്തിലൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത്രമാത്രം മാലിന്യം. അതെ, പിന്നെ മാറ്റങ്ങൾ നമ്മളിലൂടെ. നേരെ നമ്മൾ പറഞ്ഞതുപോലെ ബി ദ ചേഞ്ച് അല്ലേ. അപ്പോൾ അങ്ങനെ മാറി പിന്നീട് 2022 ആകുമ്പോഴത്തേക്കും അവിടെ ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ നീക്കുന്നു. 2023 അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെ പയ്യെ വളരെ മനോഹരമായ ശുചിത്വമുള്ള ഒരിടമാക്കി ഇതിനെ മാറ്റിയെടുത്ത്. മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജന നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ബാസ്ക്കറ്റുകൾ വെക്കാറുണ്ട്. അതായത് മെറ്റൽസ് ഇടാനായിട്ട് പ്രത്യേകമായി, പ്ലാസ്റ്റിക് ഇടാനായിട്ട് പ്രത്യേകമായി, ഗ്ലാസ് ഇടാനായിട്ട് പ്രത്യേകം. അപ്പോൾ ഇതൊക്കെ ഓർഗാനിക് വേസ്റ്റുകൾ സെപ്പറേറ്റ്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്ന. ഇപ്പോൾ 2024 ആയപ്പോൾ ചിത്രം ഈ അവസ്ഥയിലാണ്. ഇനി 25-26 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ മനോഹരമായി മാറും. 25-26 അതെ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. 25-26 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലും മനോഹരമാകട്ടെ എന്നാണ്.